ദൈവം നമ്മുടെ കഴിവുകളേക്കാൾ വിശ്വാസത്തെ വിലമതിക്കുന്നു. ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം വയോധികനായിട്ടും മക്കളില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് ആദ്യമായി ഒരു പരാതി പോലെ താൻ പറയുന്നു. എന്നാൽ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. തുടർന്ന് ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടുപോയിട്ട്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. അത് ദൈവം അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട അബ്രഹാം സാഹചര്യങ്ങളെ നോക്കിയില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നോക്കി. വിശ്വാസം എന്നത് നമുക്കെല്ലാം കാണുവാൻ കഴിയുന്നതല്ല, ദൈവം പറയുന്നതിൽ ആശ്രയിക്കുന്നതാണ്. അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചത് യാഗങ്ങൾ നടത്തിയതിനാലല്ല, വിശ്വസിച്ചതിനാലാണ്. ദൈവം നമ്മുടെ കഴിവുകളേക്കാൾ വിശ്വാസത്തെ വിലമതിക്കുന്നു.